ദേശീയപാതയിൽ കാസർഗോഡ് കുമ്പളയിലെ ടോൾ പിരിവിനെതിരെ സമരത്തിനിടെ സംഘർഷം. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സംഘടിച്ചെത്തിയ പ്രതിഷേധക്കാർ ടോൾ ബൂത്ത് അടിച്ചു തകർത്തു. ക്യാമറകളും ചില്ലുകളും ടോൾ ബൂത്തിലെ ഉപകരണങ്ങളും നശിപ്പിച്ചു. ആക്രമണം അഴിച്ചുവിടാൻ ആക്ഷൻ കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് AK അഷ്റഫ് MLA പറഞ്ഞു. സംഘർഷത്തിൽ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. ആർക്കും അക്രമം നടത്താനുള്ള മനസ്സുണ്ടാവില്ല. കാരണം ഈ സമരത്തിന്റെ ലക്ഷ്യം പോലീസല്ല, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്ന താൽക്കാലിക ടോൾ നിർത്തലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളിപ്പോൾ ആക്രമിച്ച കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ തീർച്ചയായും ഇതൊരു കാസർഗോഡിന്റെ കൃത്യമായ ഒരു വികാരമാണ് കാണുന്നത്. ടോള് ബന്ധപ്പെട്ട ആളുകൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രമാത്രം വലിയ ഒരു പ്രതിഷേധം എല്ലാവർക്കും ഇടയിലുണ്ട്. സമരം തുടരും എന്ന് മാത്രമേ പറയാനുള്ളൂ. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, അക്രമാസക്തമായ പ്രതിഷേധമാണ് അല്പസമയം മുമ്പ് അവിടെ കണ്ടത്. കടുത്ത നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നു അല്ലേ? ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കൂടി ചർച്ച കൂടി പരാജയപ്പെട്ടതോടെയാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് കുമ്പളയിൽ കാര്യങ്ങൾ പോയത്. ഇന്ന് ചർച്ചയ്ക്ക് ശേഷം വൈകിട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമരപന്തലിലേക്ക് AK അഷ്റഫ് MLA സത്യാഗ്രഹം ഇരിക്കുന്ന സമരപന്തലിലേക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായത്. ഈ ടോൾ ബൂത്തിന്റെ ഭാഗമായിട്ടുള്ള ചില്ലുകൾ, ക്യാമറകൾ, ഉപകരണങ്ങളെല്ലാം ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയവർ അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായി. വരും ദിവസങ്ങളിലും കൂടുതൽ ഇത്തരം സംഘർഷ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണുള്ളത്. കടുത്ത പ്രതിഷേധത്തിലേക്കാണ്. ടോൾ പിരിവ് നിർത്താതെ ഇത് അവസാനിപ്പിക്കില്ല എന്ന നിലപാട്. ഇത് ഈ കാസർഗോട്ടെ മുഴുവൻ ജനങ്ങളുടെ ഒരു വികാരമാണ്. അതിന് അധികാരികൾ ഉൾക്കൊള്ളണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ കക്ഷി രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ ന്യായമായും എല്ലാവരും പറയുന്നതാണ്. ഈ ടോൾ പിരിക്കുന്ന NHAയുടെ അധികൃതർ പോലും പറയുന്നുണ്ട് ഇത് അന്യായമാണ് എന്ന്. പക്ഷേ ജനങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? കാസർഗോഡിൻ്റെ ഒരു പ്രതിഷേധം ഇവിടെ അലയടിക്കുന്നുണ്ട്. ബഹുമാന്യനായ MLAയുടെ നേതൃത്വത്തിലുള്ള ഈ സമരത്തിൽ ഏതായാലും സമരം ഇന്നേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇന്ന് സമരം കാരണം ആളുകൾ വലിയ രീതിയിൽ ജനങ്ങളിവിടെ തടിച്ചു കൂടുന്നുണ്ട്. സമരത്തിൻ്റെ വേറൊരു വശം കൂടി ആക്ഷൻ കമ്മിറ്റി ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും നാളെ മുതൽ സമരത്തിൻ്റെ പുതിയൊരു വശം കൂടി പരിശോധിച്ച് തീർച്ചയായിട്ടും പിന്നോട്ടില്ല. അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇന്ന് അത് അല്പം കൂടി കടന്ന് സംഘർഷത്തിലേക്ക് പോയി. സംഘർഷത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആക്രമണം അഴിച്ചുവിടാൻ ആക്ഷൻ കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടില്ല എന്നതാണ് MLA പറഞ്ഞത്. പക്ഷേ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ളവർ തന്നെയാണ് ഈ ടോൾ ബൂത്ത് ഇത്തരത്തിൽ അടിച്ചു തകർത്തത്. ക്യാമറകൾ, ചില്ലുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം, അതായത് ഇന്ന് 5 MLAമാർ, ജില്ലയിൽ 5 MLAമാർ ഒരേ തരത്തിൽ പറഞ്ഞത് ഈ ടോൾ പിരിവ് കോടതിയുടെ അന്തിമ ഉത്തരവ് വരുന്നത് വരെ നിർത്തിവെക്കണമെന്നാണ്. പക്ഷേ ദേശീയപാത അതോറിറ്റി അതിന് തയ്യാറായില്ല. അതിന് പിന്നാലെയാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും നാളെ ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് വരും ദിവസങ്ങളിലെ പ്രതിഷേധത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.